അങ്ങനെ ജിഫ്രി തങ്ങളുടെ ശതാബ്ദി യാത്ര തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലെ മംഗലാപുരത്ത് അവസാനിക്കുകയുണ്ടായി. 2 ദിവസം മുമ്പ് ഈ സമാപന സമ്മേളനത്തിൽ മംഗലാപുരത്ത് നിന്ന് ജിഫ്രി തങ്ങൾ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചതുപോലെ സാധുവായ എന്നെയും വേദനിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. അതിപ്രകാരമായിരുന്നു: ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുത്തത് മുതൽ, അതായത് ജിഫ്രി തങ്ങൾ ഏറ്റെടുത്തത് മുതൽ ഒരു ദിവസമെങ്കിലും സന്തോഷകരമായി നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമായിരുന്നു എന്നുള്ളതാണ്. ആ സ്റ്റേജിൽ മുമ്പ് ഏതോ ഒരു സ്ഥലാം ഉസ്താദ് അത്തരത്തിൽ പ്രസംഗിച്ചു പോലും അത് സത്യം തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് ജിഫ്രി തങ്ങൾ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായത്. അതുമാത്രമല്ല, ആക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ആ ഒരു വാക്ക് ഒരു പണ്ഡിതന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം വേദനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണമെന്നുള്ളതാണ്. നിങ്ങളൊന്നത് കേട്ടു നോക്കുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത്. ബഹുമാനപ്പെട്ട സലാം ബാഖവി പറഞ്ഞല്ലോ ഇവിടുന്ന്, ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കണം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൂടും. അപ്പോൾ ദുആഉൽ മദ്ലൂമി മുസ്തജാബ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നും പറയലില്ല. ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരാമർശം ഞാൻ നടത്തലില്ല. ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന, അവൻ്റെ ഏതായാലും അവൻ എങ്ങനത്തവനാണെങ്കിലും മദ്ലൂമാണല്ലോ. അവൻ വലിയ ഔലിയൊന്നും ആവണമെന്നില്ല. അവൻ്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പിന്നെ 1000 ആളുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പം അവരും ദുആ ചെയ്യും, പഠിച്ച തമ്പുരാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നൽക്ക് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണേ എന്നുള്ളത്. ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് എത്ര വേദനയിൽ നിന്നാണ് ആ വാക്കുകൾ ഉത്ഭവിച്ചത് എന്നുള്ളത് നമുക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. ആക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാക്ക് ഉത്തരമുണ്ട്. ഞാനൊരു മദ്ലൂമ് തന്നെയാണ്, ഞാൻ ആക്രമിക്കപ്പെടുന്നവനാണ്. എന്നെ ഒരു വിഭാഗം ആളുകൾ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഇരുന്നു കൊണ്ട് എനിക്കെതിരെ ചീത്ത വിളിക്കുകയും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ ഈ പറയുന്നത്. ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി മംഗലാപുരത്തെ സമാപനത്തിൽ തന്നെ ഇത് പറയാനുള്ള കാരണം ഇത് തന്നെ ഒരുപാട് വിഷമത്തിലായിത്തീയിട്ടുണ്ട് എന്ന് തനിക്ക് മുന്നിലിരിക്കുന്നവരെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു. ഒരുപാട് ആയിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർ പ്രാർത്ഥിക്കും ഇത്തരക്കാർക്കൊരു മറുപടി കൊടുക്കണേ എന്നുള്ളത്. അതായത് ഈ ജിഫ്രി തങ്ങൾ പറയുന്നത്, ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ സമസ്തയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് സുന്നി ആശയത്തിനെതിരായി ഞാൻ ഒന്നും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ഓരോ സദസ്സിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്കെതിരെ എന്തിനിങ്ങനെ ചീത്ത വിളിക്കണം, എന്നെ എന്തിന് കുറ്റം പറയണമെന്നാണ് ജിഫ്രി തങ്ങൾ ചോദിക്കുന്നത്. ജിഫ്രി തങ്ങളോട് ഈ സാധുവായ എനിക്ക് പറയാനുള്ളത്, ഇത് തങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനം കൊണ്ടോ തങ്ങളുടെ ഏതെങ്കിലും മോശമായ പ്രവർത്തനം കൊണ്ടോ മറ്റോ ഉണ്ടായ ഒരു സംഭവമല്ല. തങ്ങൾക്ക് മുന്നേ നടന്നവർ ഇവിടെ മൗനാനുവാദം കൊടുത്ത് ചെയ്തു വച്ച ചില പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്നത്. അപ്പുറത്ത് സഹോദര സംഘടനയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന AP സമസ്തയിലെ നേതാവായ കാന്തപുരം ഉസ്താദിനെ ഈ ആളുകൾ വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിൽ ആക്രമിക്കുകയും ചീത്ത പറയുകയും എന്തിലധികം കോലം കത്തിക്കുകയും വരെ ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അന്ന് തങ്ങൾക്ക് മുന്നേ നടന്ന ഒരു വിഭാഗം നേതാക്കൾ അവർക്ക് മൗനാനുവാദം കൊടുക്കുകയും ഈ രാഷ്ട്രീയ കക്ഷിയോട് കൂടെ ചേർന്നുകൊണ്ട് അതിന് ഒത്താശ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് തങ്ങൾ അനുഭവിക്കുന്നത്. അന്ന് കാന്തപുരം ഉസ്താദും ഇത്തരത്തിൽ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഊന്നിപ്പറയുകയല്ലാതെ ഒരു കുറ്റവും കുറവും ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തരക്കാർ ഇങ്ങനെ ഒരുപാട് കോലം കത്തിക്കുകയും ഈ ചീത്ത പറയുകയും എന്തിലധികം കല്ലെറിയുക പോലും ചെയ്തിട്ടും ആ കല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം ഒരുപാട് പള്ളികൾ ഇവിടെ എടുത്തു എന്നല്ലാതെ, ഒരുപാട് മദ്രസകൾ ഇവിടെ നിർമ്മിച്ചു എന്നല്ലാതെ, അദ്ദേഹം ഒരുപാട് വിപ്ലവകരമായ വിദ്യാഭ്യാസ സ്ഥാപനം ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ചെയ്തു കൊടുത്തു എന്നല്ലാതെ, പണ്ഡിതന്മാരെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി എന്നല്ലാതെ മറ്റൊരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ചില രാഷ്ട്രീയക്കാർ തങ്ങളുടെ മുന്നേ നടന്നവരുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. അന്ന് ചില പണ്ഡിതന്മാർ മൗനാനുവാദം കൊടുത്തു, ചെയ്യരുതെന്ന് പറഞ്ഞില്ല, അവരെ പഠിപ്പിച്ചില്ല. അതിൻ്റെ ദുർഫലമാണ് തങ്ങളും തങ്ങളോടിപ്പോൾ നടക്കുന്നവരും അനുഭവിക്കുന്നത്. തങ്ങൾ സമസ്ത ഏറ്റെടുത്തതു മുതൽ എന്നെ പോലെയുള്ള സാധുക്കളായ സുന്നികൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. തങ്ങൾ നേരായ വഴിക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ തങ്ങളാൽ കഴിയുന്നത് തങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. തങ്ങളോടിപ്പോൾ അവർക്കുള്ള കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് തങ്ങൾ കാന്തപുരം ഉസ്താദ് സുന്നി പ്രസ്ഥാനത്തെ നയിച്ചതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിണ്ണയിൽ പോയി അവരോട് അനുവാദം ചോദിച്ച് കാര്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തങ്ങൾ അവരോട് അനുവാദമെടുത്ത് യാത്ര തുടങ്ങിയില്ല. അവരെ മുഖ്യ സ്ഥാനത്തിരുത്തി ഈ യാത്രയുടെ കമ്മിറ്റി രൂപീകരിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ഈ യാത്രയെ പോലും ആദ്യ സമയങ്ങളിൽ ബഹിഷ്കരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായി. തങ്ങളതിനെ പരിഹരിച്ചത് അവരിൽപ്പെട്ട ആരെയൊക്കെയോ അവരുടെ ആഗ്രഹം പോലെ അതിൽ താൽക്കാലികമെന്നോണം സ്ഥാനം കൊടുത്തുകൊണ്ട് അവരുടെ ഉദ്ദേശം കൊടുത്തത് പരിഹരിച്ചു എന്നറിഞ്ഞു. എന്നാലും ഇത്തരക്കാർ ഇപ്പോഴും തങ്ങളുടെ ആ സമസ്തയിൽ സംഘടനയിൽ നിന്നുകൊണ്ട് ഇപ്പോഴുള്ള ഈ പ്രസ്ഥാനത്തെയും ഇപ്പോഴുള്ള ഈ സംഘടനയെ കൂടി ഒന്നുകൂടെ വിള്ളലുണ്ടാക്കി അനുകൂലിക്കുന്നവരെന്നും പ്രതികൂലിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അവർ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. തങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരക്കാരെ മാറ്റി നിർത്തേണ്ടതാണ്. അവർക്ക് രാഷ്ട്രീയം ആവശ്യമെങ്കിൽ അവർ പോയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മുന്നേയുള്ള വീഡിയോകളിൽ ഒരുപാട് ഞാനതിനെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഈ രാഷ്ട്രീയം ഇവിടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഞാനും അതിൻ്റെ അനുയായി ആയിക്കൊള്ളാം എന്നുള്ളതാണ്. പക്ഷേ ദീനാണ് ഏറ്റവും വലുത്. ദീനീ പണ്ഡിതന്മാരെ ചീത്ത പറയുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ദീനിൻ്റെ ശേഷം നമുക്ക് പണ്ഡിതന്മാരെന്ന് പറയുന്നത് അത് റസൂലുള്ളാഹിന്റെ പിൻഗാമികളാണ്. ഈ ദീൻ ഇവിടെ നിലനിൽക്കുവാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇൽമുള്ള ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അവരെ ചീത്ത പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയം വളർത്തൽ നമുക്കനുവദനീയമേ അല്ല. അതുകൊണ്ട് തങ്ങൾക്ക് മുന്നേ നടന്ന ആളുകൾ മൗനാനുവാദം കൊടുത്ത് അവർ കാന്തപുരത്തെയും സഹോദര സമസ്തയിലെ പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ് ശീലിച്ച് ഇന്ന് തങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ പ്രീണിപ്പെടുത്താതിരിക്കുമ്പോൾ തങ്ങളെയും കൂടി അവർ കുറ്റം പറയുകയാണ്. തങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് ഗമിക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തങ്ങൾ ഈ ലാസ്റ്റ് പറഞ്ഞത് തങ്ങൾക്ക് മുന്നിലുള്ള ഈ ജനസമുച്ചയം, അതായത് ഈ വിഭാഗക്കാരെ അധികം പരിഗണിക്കാതെ തന്നെ തങ്ങൾ നടത്തിയിരിക്കുന്ന ഈ ഒരു യാത്രയുടെ സമാപനം തങ്ങൾ പറഞ്ഞതുപോലെ അതവർക്കുള്ള ഒരു മറുപടി തന്നെയാണ്. അവർ ഇത് കണ്ട് അവർക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടാവും. ഒരുപക്ഷെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നവർക്കും സുന്നി ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കും തങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. തങ്ങൾ മുന്നോട്ട് തന്നെ ഗമിക്കുക. ആര് ചീത്ത പറഞ്ഞാലും ആ ചീത്തയൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നല്ലാതെ തങ്ങളെ അതൊന്നും സ്പർശിക്കുകയേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.